അദ്ദേഹത്തിന് പത്രവായന വളരെ ഇഷ്ടമാണ്. താൻ ഏറ്റവും ആസ്വദിച്ചു വായിക്കുന്ന പത്രത്തിലെ ഗൗരവമേറിയ വാർത്തകളുടെ ലോകത്ത് അദ്ദേഹം ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത് അയാളുടെ തൊട്ടടുത്ത് കളിച്ചു നടക്കുന്ന കുസൃതിക്കാരനായ പയ്യൻ അദ്ദേഹത്തെ തുടർച്ചയായി ശല്യം ചെയ്യുന്നത് അയാൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നി. പത്രവായനയിൽ തടസ്സം വരാതിരിക്കാൻ മകന്റെ ശ്രദ്ധ മാറ്റിവിടാൻ അദ്ദേഹം ഒരു പോംവഴി ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഉപായം കിട്ടിയത്. ആ പത്രത്തിന്റെ ഇടയിലെ ഒരു പേജിൽ വേൾഡ് മാപ്പ്, ലോകത്തിന്റെ ഭൂപടം അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് മകന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് തരികയാണെങ്കിൽ നിനക്ക് ഞാനൊരു സമ്മാനം തരാം. എന്നാൽ ഇത് ഒരുപാട് സമയമെടുക്കുന്ന ജോലിയാണ്. ഇനി കുറച്ചു നേരത്തേക്ക് എന്തായാലും മകന്റെ ശല്യം ഉണ്ടാവുകയില്ല. അവൻ ഇതെല്ലാം കൂട്ടിയോജിച്ചു വരുമ്പോഴേക്കും കുറെ സമയമെടുക്കും. ആ സമയത്ത് എനിക്ക് സ്വസ്ഥമായി പത്രം വായിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ പത്രവായന തുടരുകയാണ്. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞപ്പോ ആ കുട്ടി ഈ കൂട്ടിയോജിപ്പിച്ച ആ കടലാസ് കഷണങ്ങളുമായി പിതാവിന്റെ അരികിലേക്ക് വരുന്നു. അയാൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. നിനക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത്? അമ്മ നിനക്ക് വീട്ടിൽ ജിയോഗ്രഫി ക്ലാസ് എടുത്തു തരാറുണ്ടോ? അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിന്റെ മറ്റേ ഭാഗത്ത് ഒരു മനുഷ്യന്റെ ചിത്രം ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ തലയും കൈകാലുകളെല്ലാം ഞാൻ കൂട്ടി യോജിപ്പിച്ചു വെച്ചപ്പോൾ ഇപ്പുറത്ത് ലോകം താനേ ശരിയായി. ഇതൊരു ക്ലാസിക് കഥയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ നന്നായാൽ, മനുഷ്യൻ ശരിയായാൽ ഈ ലോകം നന്നാവും, അല്ലെങ്കിൽ ഈ ലോകം ശരിയാവും എന്നതാണ്. ഈ കഥ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. വീണ്ടും കാണാം.